ഹലോ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കാപ്പി കുടിക്കുന്നവരാണ്. കാപ്പി എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാനീയമാണ്. ഈ കാപ്പിച്ചെടി എവിടെ ഉണ്ടാകുന്നു, ഈ കാപ്പി ചെടിയിൽ കാപ്പിക്കുരു എങ്ങനെ ഉണ്ടാകുന്നു, ആ കാപ്പിക്കുരു എടുത്ത് എങ്ങനെയെല്ലാം വിവിധ പ്രോസസ്സിംഗ് നടത്തിയാണ് കാപ്പി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മ്യൂസിയം കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ അരാഗ് വാലിയിൽ എത്തിയിരിക്കുന്നത്. അരാഗ് വാലിയിലെ കോഫി മ്യൂസിയം കാണുന്നതിന് സീനിയർ സഞ്ചാരിയും സുഹൃത്തുക്കളും ഇതാ അങ്ങനെ കോഫി മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്ധ്യ കഴിഞ്ഞ് വളരെയധികം ലൈറ്റുകൾ കൊണ്ട് വിശാലമായ വെളിച്ചം പകർന്നു കിടക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ കോഫി മ്യൂസിയം. ഇവിടെ നമുക്ക് വിവിധ തരം കോഫി കഴിക്കാം, അതോടൊപ്പം തന്നെ കോഫി വാങ്ങിക്കൊണ്ടു പോകാം. കോഫിയെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാം. അങ്ങനെ കോഫിയെ കുറിച്ചുള്ള വിവിധ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കി പോകാൻ സാധിക്കുന്ന ഒരു മ്യൂസിയത്തിലേക്കാണ് നമ്മളിവിടെ പ്രവേശിക്കുന്നത്. ഇതൊരു കാറ്ററിംഗ് ബിസിനസ്സായിട്ടാണ് ആദ്യം ആരംഭിച്ചത്. അത് പിന്നീട് പതുക്കെ പതുക്കെ ഒരു മ്യൂസിയമായി വളർന്നു വരികയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ പ്രകാശ് റാവു എന്ന വ്യക്തിയാണ് ഈ മ്യൂസിയത്തിന് തുടക്കമിട്ടത്. കോഫി മ്യൂസിയം ഇതല്ലേ? കോഫി മ്യൂസിയം അരാഗുവിലെ കോഫിയെ സംബന്ധിച്ച ഹിസ്റ്ററി നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്നും മനസ്സിലാക്കാം. ഒരു സമ്പൂർണ്ണ കോഫി ഗാലറി തന്നെയാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. വിവിധ ഇനം പാവകളെ കൊണ്ടുള്ള അല്ലെങ്കിൽ വിവിധ ഇനം പ്രതിമകളെ കൊണ്ടുള്ള കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ പ്രതിമകളിലൂടെയാണ് കാപ്പി ചെടിയുടെ കോഫി മ്യൂസിയത്തിന്റെ വിവിധ കാഴ്ചകൾ അനാവരണം ചെയ്യപ്പെടുന്നത്. 2006 പ്രകാശ് റാവുവിന്റെ മകൻ നരേഷ് അനല കോഫി മ്യൂസിയം കൂടുതൽ വിപുലീകരിച്ചു. നഴ്സറിയിൽ കാപ്പി കുരുവിന്റെ വിത്ത് വിതയ്ക്കൽ, പിന്നെ അവിടെ നിന്നും പാടത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യൽ, വിവിധ ജൈവ പരിപാലന മുറകൾ, കാപ്പി ചെടിയുടെ വളർച്ചയിൽ അനുബന്ധിക്കേണ്ട വിവിധ പരിപാലന മുറകൾ എന്നിവയെല്ലാം ഇവിടെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ വളർന്ന് കാപ്പി കുരു ഉണ്ടായി. അത് പച്ച കാപ്പിക്കുരു, ഏപ്രിൽ ഉണ്ടാകുന്ന പച്ച കാപ്പിക്കുരു അത് പിന്നീട് ഡിസംബർ ആകുമ്പോഴേക്കും ചുമന്ന് പഴുത്ത് തുടുത്ത് വരുമ്പോഴാണ് അത് കാപ്പിക്കുരു പറിക്കുന്നത്. അത് പിന്നീട് അത് പൾപ്പാക്കുന്നു, ഫെർമെന്റ് ചെയ്യുന്നു. പിന്നീട് അത് വാഷിംഗ്, ഡ്രൈയിങ്, മില്ലിംഗ്, പോളിഷിംഗ്, ഗ്രേഡിംഗ് അങ്ങനെ വിവിധ പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടാണ് അത് മാർക്കറ്റിലേക്ക് എത്തുന്നത്. കാപ്പിക്കുരുവായി തന്നെ ഇത് ഷിപ്മെന്റ് നടത്തുന്നുണ്ട്, വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കാപ്പിക്കുരു റോസ്റ്റ് ചെയ്ത് കൂളിംഗ് നടത്തി അത് സ്റ്റോർ ചെയ്ത് കാപ്പിപ്പൊടിയായി ഗ്രൈൻഡ് ചെയ്ത് അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. 1898 ആന്ധ്രാപ്രദേശിലെ ബ്രിട്ടീഷുകാരനായ മിസ്റ്റർ ബ്രോഡി എന്ന മഹാനാണ് ഈ കോഫി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. അരാഗു വാലിയിലും അതുപോലെ തന്നെ അനന്തഗിരിയിലുമായി 1920 തമിഴ്നാട്ടിലെ നീലഗിരിയിൽ നിന്നും കാപ്പി വിത്തുകൾ കൊണ്ടുവന്ന് ഇവിടെ നട്ടുപിടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വളർന്നു വന്ന അരാഗു കാപ്പിത്തോട്ടം വളരെ ഫേമസ് ആയി. അതിന് ഫേമസ് ആകുന്നതിന് ഒരു കാരണമുണ്ട്. ആന്ധ്രാപ്രദേശത്തിലും അതുപോലെ ഒറീസയിലും ഉള്ള ദണ്ഡകാരണ്യ മലനിരകളിലെ വളരെയധികം ട്രൈബൽസ് താമസിക്കുന്നുണ്ട്. ആ ട്രൈബൽസ് അരാഗു, പടേരു, ചന്തപ്പള്ളി, മരേടുമല്ലി എന്നീ സ്ഥലങ്ങളിൽ ഒക്കെ അവര് ജീവിച്ചു വന്നിരുന്നവരാണ്. ഇന്ത്യൻ കോഫി ബോർഡ് അവരെല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായ രീതിയിൽ കൃഷി ആരംഭിക്കുകയും അവരുടെ ഉത്സാഹത്തിന്റെ ഫലമായി കോഫി എസ്റ്റേറ്റുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. അവർ ട്രൈബൽസ് വളരെ നിരക്ഷരരായിരുന്നു, പിന്നോക്കം നിൽക്കുന്നവരായിരുന്നു. അവർക്ക് ഈ കോഫി കൃഷിയിലൂടെ വളരെയധികം വരുമാനം കിട്ടി, മെച്ചം കിട്ടി. അങ്ങനെ അവര് ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുകയാണ് ചെയ്തത്. പോഡു കൾട്ടിവേഷൻ എന്നാണ് പൊതുവെ ഈ കാപ്പി കൃഷിയെ ഇവിടെ അറിയപ്പെടുന്നത്. 2 വെറൈറ്റി കാപ്പിച്ചെടികളുണ്ട്. അതിലെ ഒന്ന് അറാബിക്ക എന്നും
മറ്റേത് റോബസ്റ്റ എന്നുമാണ് പറയപ്പെടുന്നത്. ഈ അറാബിക്ക കാപ്പിച്ചെടികൾ കൂടുതൽ ഉയർന്ന മലനിരകളിലാണ് വളരുന്നത്. പക്ഷെ അതിൽ കുറച്ച് കഫീൻ മാത്രമേ ഉള്ളൂ. കോഫിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്ന വസ്തുവാണ് ഈ കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ. ആ കഫീൻ അറാബിക്ക ഇനത്തിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മറ്റൊരു ഇനമാണ് റോബസ്റ്റ. ഈ റോബസ്റ്റ കൂടുതലും വളരുന്നത് താഴ്ന്ന സ്ഥലത്താണ്. പക്ഷെ അതിൽ കൂടുതൽ കഫീൻ അടങ്ങിയിരിക്കുന്നു. അറാബിക്ക കാപ്പിക്ക് കൂടുതൽ രുചിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ വില കൊടുക്കണം. അറാബിക്ക ഇനം വളർത്തി വലുതാക്കി ഫലമെടുക്കുന്നതിന് കൂടുതൽ കെയർ, കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഏപ്രിൽ മാസത്തിലാണ് ഈ കാപ്പി ചെടികൾ പൂക്കുന്നത്. വെളുത്ത പൂക്കൾ ഉണ്ടാകും. ആ വെളുത്ത പൂക്കളുണ്ടായിട്ട് അത് അവിടെ നിന്ന് കാപ്പിക്കുരു ഉണ്ടായി. കാപ്പിക്കുരു വളർന്ന് പതുക്കെ വളർന്ന് പച്ച നിറത്തിൽ ആയിരിക്കും കാപ്പിക്കുരു. അത് വളർന്ന് ചുമന്ന കളറിലാകും. ചുമന്ന കളറിൽ ഈ കാപ്പിക്കുരു ആകുമ്പോൾ ആണ് അത് വിളവെടുക്കുന്നത്. ഏപ്രിലിൽ ഉണ്ടാകുന്ന കാപ്പിക്കുരു അത് ഡിസംബറിലാണ് വിളവെടുക്കുന്നത്. ആ ഡിസംബറിൽ വിളവെടുത്തതിന് ശേഷം ഈ കാപ്പിക്കുരു ആദ്യമായി ഉണക്കിയെടുക്കുന്നു. നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്ന ഈ കാപ്പിക്കുരു പിന്നീട് ഗ്രേഡിംഗ് നടത്തുന്നു. അതിനുശേഷം അത് സോർട്ട് ചെയ്യുന്നു. വിവിധ വലിപ്പത്തിൽ ഉള്ള കാപ്പിക്കുരു സോർട്ട് ചെയ്യുന്നു. അത് പിന്നീട് ഹൗസിംഗ്, സ്റ്റോറിംഗ്, പ്രീ ക്ലീനിങ്, ഡീഹസ്കിംഗ്, പോളിഷിംഗ്, ഗ്രേഡിംഗ് എന്നിങ്ങനെ പല രീതിയിലുള്ള പ്രോസസ്സിംഗ് ടെക്നോളജിയിലൂടെ അത് കടന്നുപോയി ലാസ്റ്റ് നമുക്ക് നല്ല ശുദ്ധമായ നല്ല ടേസ്റ്റുള്ള കാപ്പിപ്പൊടി നമുക്ക് ലഭിക്കുന്നു. കോഫി ബോർഡിന്റെ ഡയറക്ഷൻസ് അനുസരിച്ചാണ് ഈ കാപ്പിക്കുരുവിൽ നിന്നും കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് എങ്കിൽ മാത്രമേ ഇതിനെ കാപ്പിക്കുരുവിന് നല്ല കാപ്പിപ്പൊടിക്ക് നല്ല വില ലഭിക്കുകയുള്ളൂ. ഗ്രേഡ് ചെയ്ത് എടുക്കുന്നത് അരിപ്പകളാണ്. വിവിധ വലിപ്പത്തിലുള്ള അരിപ്പകൾ ഉപയോഗിച്ചാണ് ഈ കാപ്പിക്കുരു ഗ്രേഡ് ചെയ്ത് എടുക്കുന്നത്. കാപ്പി കൃഷി കൂടുതലും നടത്തുന്നത് സ്മോൾ ഫാർമേഴ്സ് ആണ്. 98% ചെറുകിട കർഷകരാണ് ഈ കാപ്പി കൃഷി ചെയ്യുന്നത്. 1 മില്യൺ ആളുകൾ ഈ കാപ്പി കൃഷിയുമായി ബന്ധപ്പെട്ട് അരാഗ് വാലിയുടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൽ 50% വനിതകളാണ്. നമ്മൾ കഴിക്കുന്ന നോൺ ആൽക്കഹോളിക് പാനീയങ്ങളായ കോഫി, ടീ, കൊക്കോ എന്നിവയിൽ മേജർ ഷെയറും കോഫി തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന്റെ നല്ല ഗംഭീരമായ ടേസ്റ്റ് തന്നെയാണ് അതിന് കാരണം. ലോകത്ത് 20 മില്യൺ ജനങ്ങൾ കാപ്പി ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാപ്പിയുടെ ജനനം മുതൽ തീന്മേശ വരെ എത്തുന്ന ഒരു ചരിത്രം നമുക്ക് ഇവിടെ നിന്നും ഈ മ്യൂസിയത്തിൽ നിന്നും മനസ്സിലാക്കാം. ഈ മ്യൂസിയത്തിൽ നമുക്ക് വിവിധ കാപ്പിക്കുരു ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, കാപ്പിക്കുരുവിൽ നിന്നും കാപ്പിപ്പൊടിയായി മാറുന്ന വിവിധ പ്രക്രിയകൾ നമുക്ക് മനസ്സിലാക്കാം. അതെല്ലാം തന്നെ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്, ഇവിടെ വെളിവാക്കുന്നത് കുറേയധികം പ്രതിമകളിലൂടെയാണ്. പ്രതിമകളിലൂടെ കാപ്പി ചെടിയിൽ നിന്നും കാപ്പിക്കുരു ഉണ്ടായി അത് പറിച്ചെടുത്ത് ഉണക്കി പൊടിച്ച് കാപ്പിപ്പൊടിയാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഈ കോഫി മ്യൂസിയം കൂടാതെ കോഫി സുവനീർ എന്ന ഒരു വിശാലമായ കടയുണ്ട്. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരം കാപ്പി ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് കോഫി ഡെസ്റ്റിനി എന്ന പേരിലൊരു വിശാലമായ കട കാണാം. അവിടെ നിന്ന് നമുക്ക് ഉണ്ടാക്കിയ കാപ്പി വാങ്ങി കുടിക്കാം. വിവിധ തരം കാപ്പി നമുക്ക് ഇവിടെ നിന്നും വാങ്ങി കുടിക്കാം. അങ്ങനെ വാങ്ങിച്ച് വിശാലമായ ഈ സ്ഥലത്ത് ഇരിക്കുന്നതിന് മനോഹരമായ ചെടികൾക്കിടയിൽ അവിടെ ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിന്റെ സൈഡിലായി കാപ്പി ചെടികൾ വളർന്നു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. സഞ്ചാരികൾ അങ്ങനെ കാപ്പി നുണഞ്ഞ് തമ്പടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അരാഗ് വാലി കോഫി അങ്ങനെ നുണഞ്ഞ് രസം പറ്റി ഉന്മേഷവാനായി ഞാൻ സഹസഞ്ചാരികളോടൊപ്പം തുടർന്ന് അരാഗ് വാലി താമസ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു.
പുതുക്കിയ പഴയ ഒരു ഫീലിംഗ് ആണ് അതിൽ വരുന്നത്.